ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് രണ്ട് വ്യത്യസ്തമായ ചിട്ടികളെ കുറിച്ചാണ്. KSFയുടെ പല ശാഖകളിലും ഈ ചിട്ടി ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ചിട്ടി ഒരു ബ്രാഞ്ചിൽ ഇല്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബ്രാഞ്ചിലും കൂടി നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ KSF എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ ഒരു 12 കിലോമീറ്റർ ചുറ്റളവിൽ 2, 3, 4, 5 ശാഖകൾ ഉണ്ടാകാം. അപ്പം നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു ചിട്ടി ഒരു ബ്രാഞ്ചിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. തൊട്ട 1-2 ബ്രാഞ്ചുകളിലും കൂടി അന്വേഷിച്ച് നോക്കുക. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലം വരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മാസം വരുമാനത്തിൻ്റെ ഒരു വിഹിതം മാറ്റിവെക്കാൻ എത്ര കഴിയുമോ അതിന് അനുയോജ്യമായിട്ടുള്ള ചിട്ടികൾ പല ബ്രാഞ്ചുകളിലുണ്ടാവും. അപ്പോൾ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകളിൽ അന്വേഷിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ചിട്ടികൾ ചേരാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വലിയ ഒരു ചിട്ടിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് അടയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള 2 ഡിനോമിനേഷനിൽ വരുന്ന ചിട്ടികളെ കുറിച്ചാണ് നമുക്കിന്ന് സംസാരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി ചിട്ടി ചേർന്നിട്ടുള്ള ആളുകളാണെങ്കിൽ ആ ചിട്ടി ചേർന്നത് എന്ത് ആവശ്യത്തിനാണ്, അല്ലാന്നുണ്ടെങ്കിൽ ആ ചിട്ടി ചേർന്നത് കൊണ്ട് നിങ്ങളുടെ എന്ത് സാമ്പത്തിക ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ ചിട്ടി ചേർന്നത്, എത്ര രൂപ സ്ഥലം വരുന്ന ചിട്ടിയാണ്, മാസം അടവ് എത്ര രൂപയാണ് എന്നതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെറിയൊരു വീഡിയോ ചെയ്ത് ഒരു 2 മിനിറ്റിലൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്ത് നമ്മൾക്ക് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വഴി ആ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ മറ്റുള്ളവർക്ക് കൂടി ആ ഒരു അനുഭവം അറിയുന്ന സമയത്ത് അവർക്ക് കൂടി അതൊരു പ്രചോദനമാകാൻ സാധ്യതയുണ്ട്. കാരണം ചിട്ടിയെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകളുണ്ട്, അതേപോലെ തന്നെ ചിട്ടിയും കൊണ്ട് അമ്മാനം ആടുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി വിശദമായിട്ട് തന്നെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അറിയുന്ന ആളുകൾക്ക് ചിലപ്പോൾ അതൊരു അരോചകമായി തോന്നാം. അങ്ങനെയുള്ളവർ സ്കിപ്പ് ചെയ്ത് വേറെ വീഡിയോ കാണാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് അറിയുന്നവർക്ക് അതൊരു അരോചകവും അറിയാത്തവർക്ക് അതൊരു അറിവുമാണ് പകർന്ന് കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2 വ്യത്യസ്ത ചിട്ടിയെ കുറിച്ചാണെന്ന് പറഞ്ഞു. അതായത് മാസം 75,000 രൂപ വെച്ചിട്ട് 40 മാസം അടയ്ക്കുന്ന 30 ലക്ഷത്തിൻ്റെ ചിട്ടിയും, അതേപോലെ തന്നെ 30,000 രൂപ വെച്ചിട്ട് 100 മാസം അടയ്ക്കുന്ന 30 ലക്ഷത്തിൻ്റെ ചിട്ടിയും, 30 ലക്ഷത്തിൻ്റെ ചിട്ടി. അങ്ങനെ 2 ഡിനോമിനേഷനിൽ വരുന്ന 2 ചിട്ടികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ട് 40 മാസമാണ് കാലാവധി, ഇതിൽ വന്നിട്ട് 100 മാസമാണ് കാലാവധി. ഇതിൽ മാസം 75,000 രൂപ വെച്ചിട്ട് അടയ്ക്കണം, ഇതിൽ വന്നിട്ട് മാസം 30,000 രൂപ വെച്ചിട്ട് അടച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ കാലാവധി കൂടുതലാണ്. 100 മാസം ആയതുകൊണ്ട് തന്നെ 100 ആളുകൾ ഉണ്ടാവും. ഇത് 40 മാസം ആയതുകൊണ്ട് 40 ആളുകളെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ബിസിനസ് പരമായിട്ടൊക്കെ ചിട്ടി ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ട്, ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ചിട്ടി ചേരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആകുമ്പോൾ 40 മാസം ആകുമ്പോൾ വേഗം ചിട്ടി തീരുകയും ചെയ്യും. അതുപോലെ തന്നെ 40 ആളുകളുള്ളൂ. അതുകൊണ്ട് ചിട്ടി പെട്ടെന്ന് കിട്ടാനും സാധ്യത 40 മാസത്തിൻ്റെ ചിട്ടിയാണ്. കാലാവധി കൂടുതലുള്ള ചിട്ടി പോകുന്ന സമയത്ത് നിറയെ ആളുകൾ ഉണ്ടാവും ചിട്ടി വിളിക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വിളിക്കേണ്ടി വരും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ചിട്ടിയിൽ ഇപ്പോൾ 30% താഴ്ന്ന് മിനിമത്തിനാണ് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 21 ലക്ഷം രൂപയാണ്. അതേ സ്ഥാനത്ത് മാക്സിമം ഈ ചിട്ടിയിൽ ലഭിക്കുന്നത് 28,50,000 രൂപ വരെ ലഭിക്കുന്നു. ഈ ചിട്ടി 30% താഴ്ന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് അടവ് വരുന്നത് 56,250 രൂപയാണ് രണ്ടാമത്തെ അടവ് വരുന്നത് കേട്ടോ. അതായത് ഈ ചിട്ടി 30% താഴ്ന്ന് മിനിമത്തിനാണോ പോകുന്നതെങ്കിൽ സെക്കൻഡ് അടവ് വരേണ്ടത് 56,250 രൂപയാണ്. കാരണം രണ്ടാമത്തെ മാസം തൊട്ട് നിങ്ങൾക്ക് ഡിവിഡൻഡ് ലഭിച്ചു തുടങ്ങും. ഈ ചിട്ടിയുടെ ഫോർമാൻ കമ്മീഷൻ എന്ന് പറയുന്നത് 1.5 ലക്ഷം, അതായത് 1.5 ലക്ഷം രൂപയാണ് ഈ ചിട്ടിയുടെ KSFയുടെ ഫോർമാൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അതേസമയത്ത് നമ്മൾ 100 മാസത്തിന്റെ ചിട്ടിയിലേക്ക് വരുന്ന സമയത്ത് 30% താഴ്ന്ന് മിനിമത്തിനാണ് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 21 ലക്ഷം രൂപയാണ്. ഈ ചിട്ടിയിലും അതേപോലെ തന്നെ മാക്സിമം 28,50,000 രൂപ വരെ ലഭിക്കുന്നു. ഈ ചിട്ടി 30% താഴ്ന്ന് മിനിമത്തിനാണ് പോകുന്നതെങ്കിൽ സെക്കൻഡ് അടവ് വരുന്നത് 22,500 ആണ്. ഈ ചിട്ടിയുടെ ഫോർമാൻ കമ്മീഷൻ എന്ന് പറയുന്നത്
അത് 1.5 ലക്ഷം രൂപയാണ്. അപ്പൊ ഈ രണ്ട് ചിട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കാലാവധിയിൽ വ്യത്യാസം വരും, ഡിനോമിനേഷനിൽ വ്യത്യാസം വരും. എക്സാമ്പിൾ, ഇപ്പോൾ ഈ ചിട്ടി 30% താഴത്തെ പിടിക്കാൻ ഒരു 5 ആളോ അല്ലെങ്കിൽ ഒരു 10 ആളോ ഉള്ളൂ എങ്കിൽ ഈ ചിട്ടിയിൽ വരുന്ന സമയത്ത് 60-70 ആളുകൾ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അത് കാലാവധി കൂടിയ ചിട്ടി ആയതുകൊണ്ട് 30% താഴ്ന്ന് മിനിമത്തിന് 21 ലക്ഷം രൂപയ്ക്ക് വിളിക്കാൻ തന്നെ ഇത്രയും ആളുകൾ ഉണ്ടാവും. എങ്ങനെ 50-60 ആളുകളൊക്കെ ഉണ്ടാവും. ഈ ചിട്ടി മാക്സിമം 28,50,000 രൂപ വരെ ലഭിക്കും. അതേപോലെ തന്നെ 30% താഴ്ന്ന് മിനിമത്തിലാണ് ഈ ചിട്ടി പോകുന്നതെങ്കിൽ രണ്ടാമത്തെ അടവ് വരുന്നത് 22,500 രൂപയാണ്. കാരണം ഈ ചിട്ടി 30% താഴ്ന്ന് മിനിമത്തിന് എത്ര മാസം വരെ പോകണോ അത്രയും മാസം വരെ 22,500 വരുള്ളൂ. അതേപോലെ തന്നെയാണ് ഇതും. ഈ ചിട്ടിയും 30% താഴ്ന്ന് മിനിമത്തിലാണ് പോകുന്നതെങ്കിൽ 56,250 രൂപയാണ് വരുന്നത്. അങ്ങനെ ഈ ചിട്ടി 30% താഴ്ന്ന് എത്ര മാസം വരെ പോകണോ അത്രയും മാസം വരെ 56,250 വരുള്ളൂ. 30% താഴ്ന്ന് മിനിമം കഴിഞ്ഞ് വിളിയാകുന്ന സമയത്ത് 56,250 എന്നുള്ളത് 60,000 വരും, 65,000 വരും, 70,000 വരും, 75,000 രൂപ വരും. അതേസമയത്ത് ഇതിലും 30% താഴ്ന്ന് വിളിയാകുന്ന സമയത്ത് 22,500 എന്നുള്ളത് 25,000 വരും, 26,000 വരും, അങ്ങനെ 30,000 രൂപ വരും. അതൊക്കെയാണ് ഈ ചിട്ടിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ചിട്ടി 30% വിളിയാകുന്ന സമയത്ത് 21 ലക്ഷം എന്നുള്ളത് 22 ലക്ഷമോ അല്ലെങ്കിൽ 25 ലക്ഷമോ അങ്ങനെ മാക്സിമം 28,50,000 രൂപ വരെ ലഭിക്കുന്നു. അതേ സ്ഥാനത്ത് ഈ ചിട്ടി അതേപോലെ തന്നെ 30% താഴ്ന്ന് വിളിയാകുന്ന സമയത്ത് 22 ലക്ഷം അല്ലെങ്കിൽ 25 അങ്ങനെ മാക്സിമം 28,50,000 രൂപ വരെ ലഭിക്കുന്നു. രണ്ടും ചിട്ടിയും 30 ലക്ഷമാണ്. സ്ഥലം വരുന്നത് 30 ലക്ഷമാണ്. അപ്പൊ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് 30,000 രൂപ വെച്ച് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 30 ലക്ഷം രൂപയെ. ഇനി നമ്മൾക്ക് ബിസിനസ് ആവശ്യത്തിനാണ് അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ്സുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 75,000 രൂപ വെച്ച് അടയ്ക്കുകയാണെങ്കിലും 30 ലക്ഷം രൂപയായി. അപ്പൊ എന്താണ്, ഈ ചിട്ടി 40 മാസത്തിന്റെ ചിട്ടിയാകുമ്പോൾ വേഗം കിട്ടും. 100 മാസത്തിന്റെ ചിട്ടിയാണെങ്കിൽ കാലാവധി 100 മാസമാണ്. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ വ്യത്യാസം വരുന്നത്. ഇനി ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു വോയിസ് മെസ്സേജ് ഇടുക. കാരണം നമ്മൾ ഏതൊരു വീഡിയോ ചെയ്യുന്ന സമയത്തും ആ വീഡിയോയിൽ പറയുന്നതിൽ കൂടുതൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയേണ്ടതായിട്ട് വരില്ലെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ സംശയവുമായി ബന്ധപ്പെട്ട് നമുക്ക് വാട്സാപ്പ് നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് അയക്കാം. നമ്മൾ ഓൾറെഡി ചെയ്ത വീഡിയോകളെ കുറിച്ചാണ് നിങ്ങൾക്ക് സംശയമെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം സാധാരണഗതി നമ്മൾ വോയിസ് മെസ്സേജ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഈ വീഡിയോയെ കുറിച്ച് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മൾ തുടർച്ചയായി തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് ഓരോ മാറ്ററും ഇല്ലെങ്കിൽ ഓരോരോ ഡിനോമിനേഷനെ കുറിച്ചുള്ള വീഡിയോ ആയിരിക്കും. അപ്പൊ ആ വീഡിയോ നിങ്ങൾക്ക് തുടർന്ന് കാണാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.